ബാന്ദ്രയിൽ റെയിൽവേ സ്റ്റേഷന് ചേരി പ്രദേശം ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തുന്ന നടപടി ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയാണ് ഈ നടപടി പുരോഗമിക്കുന്നത്. അനധികൃത കയ്യേറ്റം നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിലാണ് വൻ ചേരി ഒഴിപ്പിക്കൽ നടക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങൾ. ശ്രീനാഥ്, ഇന്നിപ്പോൾ ഇത് 3-ാം ദിവസമാണെന്ന് മനസ്സിലാക്കുന്നു ഈ ഒഴിപ്പിക്കൽ നടപടികൾ. ഗൂഗിൾ പ്രവിധ സമീപകാലത്ത് മുംബൈയിൽ നടക്കുന്ന ഏറ്റവും വലിയ ചേരി ഒഴിപ്പിക്കലാണ് ഇപ്പോൾ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് പുറത്ത് നടക്കുന്നത്. ഏതാണ്ട് 5300 സ്ക്വയർ മീറ്റർ പ്രദേശമാണ് ഒഴിപ്പിക്കുന്നത്. ഗരീബ് നഗർ എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ഇപ്പോൾ 2 ദിവസത്തെ ഒഴിപ്പിക്കൽ കഴിയുന്നു, 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. നിരവധി ബുൾഡോസറുകൾ എത്തിച്ച് 1000-ലേറെ പോലീസുകാരെ അണിനിരത്തിയാണ് ഈ നടപടി പുരോഗമിക്കുന്നത്. പ്രതിഷേധം ഇന്നലെയും ഉണ്ടായി. ഇന്നലെയും പോലീസിന് നേരെ കല്ലേറും മറ്റുമൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ പോലീസിനെ ലാത്തി വീശിയും മറ്റും ആളുകളെ ഓടിച്ച് ആ പ്രതിഷേധങ്ങളെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടോടെ ഇന്നലത്തെ പൊളിക്കൽ നടപടി അവസാനിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഈ നടപടി വീണ്ടും പുനരാരംഭിക്കും. അവിടെയും പ്രതിഷേധ സാധ്യതയുണ്ട് എന്നതാണ് വിവരം. അതുകൊണ്ട് കൂടുതൽ പോലീസിന് ഒരുപക്ഷെ ഇന്നലെ വൈകിട്ടുണ്ടായ സംഘർഷ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ എത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഭൂമി വെസ്റ്റേൺ റെയിൽവേയുടെ ഭൂമിയാണ്. വർഷങ്ങളായി ഇവിടെ കുടിയേറി താമസിക്കുന്നവരാണ് ഇപ്പോൾ ഒഴിപ്പിക്കപ്പെടുന്നത്. 600 കോടിയോളം മൂല്യം വരുന്ന ഒരു ഭൂമിയാണ് ഇത് എന്നതാണ്. മാത്രമല്ല ഹൈക്കോടതി ഉത്തരവിട്ടത് ഒഴിപ്പിക്കാൻ. മാത്രമല്ല ഇത് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നതാണ് വെസ്റ്റേൺ റെയിൽവേ പറയുന്നത്. 5 ദിവസത്തെ ഒഴിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേലി കെട്ടി ഈ പ്രദേശത്തെ തിരിച്ച് പിന്നീട് ഒരു കയ്യേറ്റമില്ലാതെ ഉറപ്പിച്ചു നിർത്താൻ കഴിയും എന്നത് റെയിൽവേ പറയുന്നത്. അതിനുശേഷം പുതിയ പ്ലാറ്റ്ഫോം, കൂടുതൽ ട്രെയിനുകൾ അടക്കം റെയിൽവേ വികസനം കാര്യമായി നടക്കാൻ പോവുകയാണ് എന്നതാണ് വെസ്റ്റേൺ റെയിൽവേ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.